BJP ഹെഡ്ക്വാർട്ടേഴ്സിലെ ആഹ്ലാദമാണ് നമ്മൾ കാണുന്നത്. കാരണം അവിടെ ഒരു താമര വസന്തം ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന ഒന്നാമത്തെ കാര്യം. ഇപ്പൊ നോക്കൂ, ഇപ്പോ ക്രാവൽ നഗറിലെയൊക്കെ ലീഡ് 10,000-ന് മുകളിലാണ്. കപിൽ മിശ്രയുടെയൊക്കെ ലീഡ് 10,000-ന് മുകളിലേക്ക് പോയി, ഉറപ്പിച്ചു കഴിഞ്ഞു. അരവിന്ദ് കെജ്രിവാളിന്റെ ലീഡ്, അതാണ് വളരെ രസകരമായ നമ്പർ. 223 കുറഞ്ഞു. അരവിന്ദ് കെജ്രിവാളിന്റെ ലീഡ് ന്യൂഡൽഹി മണ്ഡലത്തിൽ 223 കുറഞ്ഞിരിക്കുന്നു. അരവിന്ദ് കെജ്രിവാൾ തന്നെ വെള്ളം കുടിക്കുകയാണ്, പുക തിന്നുകയാണ്, ജയിക്കുമോ എന്നറിയാതെ. 223 അരവിന്ദ് കെജ്രിവാളിന്റെ ലീഡ് ന്യൂഡൽഹി മണ്ഡലത്തിൽ കുറഞ്ഞു. ആകെ ഇപ്പോൾ കിട്ടിയത് 7,949 വോട്ട്. BJP സ്ഥാനാർത്ഥിക്ക് 7,726, ചെറിയ വ്യത്യാസം, 223 വോട്ടിന്റെ മാത്രം വ്യത്യാസമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ ലീഡിലുള്ളത്. ലീഡ് ചെയ്യുന്നു എന്ന് പറയാം, പക്ഷേ 223 തോന്നുന്നു. ഇനിയിപ്പോ ആം ആദ്മി പാർട്ടി ഇപ്പോൾ ആഗ്രഹിക്കുക ഇത് 40-30 എന്നുള്ള നിലയിൽ 30 സീറ്റ് എന്ന ഒരു ഡീസന്റ് ആയ പെർഫോമൻസിലേക്ക് എത്താൻ കഴിയുമോ എന്ന ഒരു ചോദ്യമാണ് ആപ്പിന് മുമ്പിലുള്ളത്. ശരിയാണ്, ഇപ്പോൾ പലയിടത്തും 2-3 റൗണ്ടുകൾ മാത്രമേ. ഇപ്പോൾ ന്യൂഡൽഹി മണ്ഡലത്തിൽ ആകെയുള്ള 13 റൗണ്ടിൽ 4 റൗണ്ട് വോട്ടെണ്ണൽ പൂർത്തിയായപ്പോഴാണ് നേരിയ ലീഡ് അരവിന്ദ് കെജ്രിവാളിനുള്ളത്, 223 വോട്ടിന്റെ. ഇങ്ങനെ 3ഉം 4ഉം ബൂത്തുകൾ മാത്രമാണ് പല മണ്ഡലങ്ങളിലും എണ്ണിയിട്ടുള്ളത്. ചിലടത്ത് 19 ബൂത്ത് വരേക്കുള്ള മണ്ഡലങ്ങളുമുണ്ട്. അപ്പോൾ ഈ ഫലം ഔദ്യോഗികമായി ഇത് കംപ്ലീറ്റ് ചെയ്ത് വരാനുള്ള സമയമെടുക്കും. പക്ഷേ ഇപ്പോൾ വളരെ കംഫർട്ടബിൾ ആണ് സ്ഥിതി. പൊസിഷൻ അധികാരത്തിലേക്ക് എത്തുന്നതാണ് എന്നത് BJP തിരിച്ചറിയുന്നു. അതിന്റെ ആഹ്ലാദ പ്രകടനം BJP ആസ്ഥാനത്തിന് മുന്നിൽ നമ്മൾ കാണുന്നു. മണിപ്പൂരിൽ രാഖി ബിർള 42 വോട്ടുകൾക്ക് മാത്രമാണ് ലീഡ് ചെയ്യുന്നത്. ന്യൂഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ലീഡ് 223 കുറഞ്ഞിരിക്കുന്നു. അതുപോലെ തുഗ്ലക്ബാദിൽ ശ്രീറാമിന്റെ മാർജിൻ എന്ന് പറയുന്നത് 240 കുറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ചാഞ്ചാടുന്ന മണ്ഡലങ്ങൾ അനവധിയാണ്. സീമാപുരിയിൽ വീർ സിംഗ് അദ്ദേഹത്തിന്റെ മാർജിൻ 166 കുറഞ്ഞിരിക്കുന്നു. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ ബാബർപൂർ അടക്കമുള്ള ഇടങ്ങളിൽ 9,000 കടന്നും ആ ലീഡ് നില മുന്നോട്ട് പോകും. ഇപ്പോൾ നമ്മൾ കാണേണ്ടത് 6.7% വോട്ട് ഷെയർ കോൺഗ്രസ് സമാഹരിക്കുമ്പോൾ അത് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും ഉണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല. അതാണ് പരാജയത്തിലേക്ക് നയിച്ചത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പരാജയത്തിലേക്ക് നയിച്ചതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നേരത്തെ ബസൻ സൂചിപ്പിച്ച ഫറ്റീഗ് ഫാക്ടറാണ്. കഴിഞ്ഞ 3 തവണയായി അരവിന്ദ് കെജ്രിവാളാണ്, 10 വർഷമായും അരവിന്ദ് കെജ്രിവാളാണ് മുഖ്യമന്ത്രി. അപ്പോൾ അത് ജനങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുള്ളൊരു മടുപ്പ് എന്ന ഘടകം ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് എന്നിരിക്കെ കോൺഗ്രസ് പിടിച്ച വോട്ടും, പക്ഷേ കോൺഗ്രസ് പിടിച്ച വോട്ടുകൾ ഇത്രയും വോട്ടുകൾ പിടിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ 2-3 സീറ്റുകൾ കൂടി ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയേനെ എന്ന ഒരു സിനാരിയോ ഉണ്ട്. ഇവിടെ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ കുറഞ്ഞ ലീഡിലേക്ക് പറയുമ്പോൾ അവിടെ ദീക്ഷിതിന്റെ മകൻ സന്ദീപ് ദീക്ഷിത് പിടിക്കുന്ന വോട്ടുകളും അക്കാര്യത്തിൽ ഈ ലീഡ് കുറയ്ക്കുന്നതിൽ ഒരു ഘടകമായിട്ടുണ്ട്. ഡൽഹിയിൽ അധികാരത്തിലേക്ക് എന്ന ചോദ്യം ഉയരുകയാണ്, കൂടുതൽ ശക്തമായി ഉയരുകയാണ്. 43 ഇടങ്ങളിൽ BJP ലീഡ് എടുത്ത് മുന്നോട്ട് പോവുകയാണ്. 27 ഇടങ്ങളിലാണ് ആം ആദ്മി പാർട്ടി. ഏറെ നേരമായി കോൺഗ്രസിന്റെ പട്ടികയിൽ 0 നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. ഹരിനഗറിൽ ശ്യാം ശർമ്മ BJP സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു. ഗ്രേറ്റർ കൈലാഷിൽ ശിഖ റോയ് BJP സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു. ഗോകൽപൂരിൽ പ്രവീൺ നിമേഷ് BJP സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു. ഖോണ്ടയിൽ അജയ് മഹാവാർ BJP സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു. ഗാന്ധിനഗറിൽ നവീൻ ചൗധരി ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നു. ദ്വാരകയിൽ BJP സ്ഥാനാർത്ഥി ലീഡ് ചെയ്യുന്നു. ദിയോളിയിൽ പ്രേം ചൗഹാൻ ആം ആദ്മി പാർട്ടി ലീഡ് ചെയ്യുന്നു. ഡൽഹി കന്റോൺമെന്റിൽ ഭുവൻ തൻവാർ ഭാരതീയ ജനതാ പാർട്ടി ലീഡ് ചെയ്യുന്നു. ശരി, ഔദ്യോഗികമായ ഫലസൂചനകൾ 70 മണ്ഡലങ്ങളിൽ നിന്നും പുറത്തു വരികയാണ്. 43 ഇടങ്ങളിൽ BJP, 27 ഇടങ്ങളിൽ ആം ആദ്മി പാർട്ടി എന്ന ഔദ്യോഗിക ഫലസൂചനകൾ. 43-27 നിന്ന് ഇലക്ഷൻ കമ്മീഷന്റെ വിവരങ്ങൾ ഇനി വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏറെ നേരമായി അത് ഏറെക്കുറെ എല്ലാ നമ്പറുകളും ഒന്നിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. 43 ഇടങ്ങളിൽ BJPയും 27 ഇടങ്ങളിൽ ആം ആദ്മി പാർട്ടിയും എന്ന ഔദ്യോഗികമായ വിവരം പുറത്തു വരികയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക റിസൾട്ട് കൂടി വന്നതോടുകൂടി BJP പ്രവർത്തകർക്കും നേതാക്കൾക്കും ആത്മവിശ്വാസമേറി, ആഹ്ലാദാരവം ഉയരുന്നു. BJP ആസ്ഥാനത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 223 വോട്ടുകൾക്ക് മാത്രമാണ് ന്യൂഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ മുന്നിട്ട് നിൽക്കുന്നത്.